ഇറക്കിയാലോ അതിന് എന്നാലും എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് ഉള്ളതനുസരിച്ച് എടുക്കും. ബ്രോ അവിടെ നിന്ന് മാറണം. ഞങ്ങൾക്ക് ഒന്ന് 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 നിൽക്കും ബ്രോ. ഒരു പറഞ്ഞു നിങ്ങൾ അകത്ത് കയറി നിന്ന് എങ്ങനെ എടുക്കാം? ഇച്ചിരി ഒന്ന് മാറി പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എത്ര നേരം അതുവരെ എടുക്കുന്നുണ്ട്? ഇരിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ ശരി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ ബ്രോ. നിങ്ങളൊന്ന് കൈ ഒന്ന് പിടിക്കുക. ജസ്റ്റ് ഒന്ന് പറയാവേ. നിങ്ങൾ ഒന്നും നിങ്ങളൊന്ന് ഫേസ് ടു ഫേസ് നടക്കുക. ത്രീ ഓക്കെ ഇത് പിടിച്ചു നിങ്ങൾ ഫേസ് ടു ഫേസ് നോക്കി ഫേസ് ടു ഫേസ് നോക്കി ഫേസ് ടു ഫേസ് നടന്നോളൂ നടന്നോളൂ നടന്നോളൂ. നിങ്ങളൊന്ന് ഫേസ് ടു ഫേസ് ഫേസ് ടു ഫേസ് ചേട്ടാ ഒന്നോടുന്നു ഒന്നോടുന്നു. ഓക്കെ 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 നിങ്ങൾ പറയുമ്പോൾ നടക്കണം. നിങ്ങൾ നോക്കി ഫസ്റ്റ് നോക്കിക്ക് ഫസ്റ്റ് നോക്കി നടന്നോളൂ നടന്നു. 3, 2, 1 നടന്നേ. വെച്ച് കുഴപ്പമില്ല. നിങ്ങൾ ലിനു ഒന്ന് കൈ ഹോൾഡ് ചെയ്ത് നിങ്ങൾ തന്നെ ഫേസ് ടു ഫേസ് നടന്നാ ഫേസ് ടു ഫേസ് നോക്കിക്കേ. ഇപ്പോഴേ നടന്നോളൂ 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 ബ്രോ നടന്നോളൂ നടന്നോളൂ നടന്നോളൂ. ഫേസ് ടു ഫേസ് നോക്കിയേ ഫേസ് ടു ഫേസ് നോക്കിയേ ഫേസ് ടു ഫേസ് നോക്കിയേ ബ്രോ ഫേസ് ടു ഫേസ് നോക്കിയേ. സിസ്റ്റർ ഇവിടെ നോക്കിയാ സിസ്റ്റർ എല്ലാവരും ഇവിടെ നോക്കിയ നേരെ നോക്കിയ സ്ട്രൈറ്റ് നോക്കിയ
കേരള മുന്നോട്ട് ഇത് കഴിയുമ്പോൾ
കുറിച്ചുള്ള ഒരു 5 ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞാൽ സിജോ ചേട്ടൻ പറയാം. ബിഗ് ബോസ് ടീമിലെ എല്ലാവരുടെയും മോസ്റ്റ് വെൽക്കം എവരിവൺ. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. യാതൊരുവിധ ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. ഇവരെല്ലാവരെയും നിങ്ങൾക്ക് നന്നായി അറിയാം. വളരെ സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷം. ഒരുപാട് തിരക്കുകളുടെ പ്രത്യേകിച്ച് വെഡിങ് സീസൺ കൂടിയാണ്. ഓടി നടന്ന കല്യാണങ്ങളാണ് എന്റെ ചോദിച്ചാൽ. എന്നാലും എല്ലാ തിരക്കുകളുടെയും നിന്നും ഓടി ഏകദേശം 5.5 വർഷമായി. അപ്പോ ഇതിന്റെ 5 ക്വാളിറ്റി ഒന്നുമില്ല, 3 ക്വാളിറ്റീസ് ഉള്ളതാണ്. അപ്പോ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കെയറിംഗ് ആണ്. ഇതിന്റെ കെയറിംഗ് സാധാരണ നമ്മള് ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങളെ കെയർ ചെയ്യുന്ന പറയാം. കെയറിംഗ് ഏട്ടായതല്ലേ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കെയറിംഗ് പെൺകുട്ടിയാണ്. അതെ അതെ. ഞാൻ ഇവിടെ പോയാലും എവിടെ എത്തി, എപ്പോ തിരിച്ചെത്തും, എന്ത് കഴിച്ചു, എല്ലാം ചോദിക്കാറുണ്ട്. നിങ്ങൾ എവിടാ, നിങ്ങൾ എവിടാ, ആരെവിടെ കൂടെ ചോദിക്കാറുണ്ട്. ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ലവബിളാണ്. അതെ അതെ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. നിന്റെ കത്തി സഹിക്കുന്ന ആളാണ്. നല്ല കേട്ടിക്കാരിയാണ്. ലിസണറാണല്ലേ? സന്തോഷം. അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്താണെന്ന് അറിയാമോ? എങ്ങനെ റൊമാൻറ്റിക് ആവേണ്ടത് ഇവരൊക്കെ കാണിച്ചു തരുമ്പോൾ ഞാൻ സിജോ റൊമാൻറ്റിക് ആവണമെങ്കിൽ ഒരു പാട്ട് വെച്ച് കൊടുക്കണം. പാട്ട് വെച്ച് കൊടുത്താൽ അതിനനുസരിച്ച് ഒരു ഡാൻസ് കളിക്കണം. അങ്ങനെയാണ് റൊമാൻറ്റിക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? അപ്പൊ ഇവിടെ ആക്ടിംഗ് അല്ല വേണ്ടത്, നമുക്ക് ജീവിച്ച് കാണിച്ചു തരാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഫിറോസിക്കോടെ വന്നാൽ പറയാം. നമ്മുടെ ഫിറോസിക്കോടെ എവിടെയെങ്കിലും അതിന് നല്ല ശുഷ്കാന്തിയായിരുന്നു. ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ അത് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ല, എന്തായാലും ഇപ്പോ ലീവിനെ കുറിച്ചിട്ട് 5 നല്ല ക്വാളിറ്റീസ് പറഞ്ഞു. തിരിച്ച് സിജോനെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്നോട് 5 കൊല്ലം ഉണ്ടായിരുന്നു. നല്ല ക്ഷമയുള്ള നല്ല ക്ഷമയാണ്. അത് ഞാൻ മനസ്സിലായി. നല്ല കെയറിംഗ് ആണ്, ലവിംഗ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സിജോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിജോ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവളെ വഴക്ക് കൂടിയ ഒരാളാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ അടുത്തത് രണ്ടാമത് ഞാൻ
രണ്ടിലൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണം, നന്നായിട്ട് നോക്കിക്കോളുന്നില്ല. ഓക്കെ, നല്ലൊരു എന്താ പറയുക, എല്ലാ മംഗളങ്ങളിലും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. എൻ്റെ അനിയൻകുട്ടൻ തന്നെയാണ് ഇപ്പോഴും എന്നും എന്നും. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ചെറിയ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആശംസകൾ ആലോചിക്കാൻ സമയം ഉണ്ടായിരിക്കുന്നതാണ്. പേടിക്കേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സിജോയുടെ ദിവസമാണ്. സിജോയെ ജാസ്മിൻ ഇമിറ്റേറ്റ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ അത് ഞങ്ങൾക്ക് റീ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണണമെന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വന്നതാണ്. സോ അത് ചെയ്തേ പറ്റുള്ളൂ. യെസ്, ഈ സമയത്ത് നമ്മുടെ പ്രിയങ്കരായ ജാസ്മിൻ നമ്മുടെ ഹാൻസം ഗ്രൂം സിജോയെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഓർമ്മയൊന്നുമില്ല, അന്ന് ഞങ്ങൾ ആ ഗെയിമിന്റെ ടാസ്ക് ചെയ്തത് എങ്ങനെയാണോ ട്രൈ ചെയ്യ്, പറ്റും പറ്റും പറ്റും. സിജോടെ വേണമെങ്കിൽ ഡയലോഗ് ഞാൻ പറയാം. സിജോ അന്ന് ആ സമയത്ത് ഒരു നിപ്പം വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറയാം. ഒറ്റ ഡയലോഗിന്റെ കാട്ടില്ല. മോനെ ജാസ്മിനെ, സിജോ ഉണ്ടല്ലോ, സിജോയുടെ വെറുതെ അല്ല, സിജോയുടെ വന്നേക്കുന്നത് ഒരു കാട്ടുതീയായിട്ടാണ്. അത് സിജോ കത്തിച്ച് കത്തിച്ച് കത്തിച്ച്. താങ്ക് യു സോ മച്ച്. ഇതിലേക്ക് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു റിക്വസ്റ്റ് ആട്ടോ, ഇങ്ങനെ ആർക്കെങ്കിലും രസകരമായ ടാസ്കുകൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. സിജോ ചെറിയ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആശംസകൾ ആലോചിക്കാൻ സമയം ഉണ്ടായിരിക്കുന്നതാണ്. പേടിക്കേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സിജോയുടെ ദിവസമാണ്. സിജോയെ ജാസ്മിൻ ഇമിറ്റേറ്റ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. സോ അത് ഞങ്ങൾക്ക് റീ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണണമെന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വന്നതാണ്. സോ അത് ചെയ്തേ പറ്റുള്ളൂ. യെസ്, ഈ സമയത്ത് നമ്മുടെ പ്രിയങ്കരായ ജാസ്മിൻ നമ്മുടെ ഹാൻസം ഗ്രൂം സിജോയെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഓർമ്മയൊന്നുമില്ല, അന്ന് ഞങ്ങൾ ആ ഗെയിമിന്റെ ടാസ്ക് ചെയ്തത് എങ്ങനെയാണോ ട്രൈ ചെയ്യ്, പറ്റും പറ്റും പറ്റും. സിജോടെ വേണമെങ്കിൽ ഡയലോഗ് ഞാൻ പറയാം. സിജോ അന്ന് ആ സമയത്ത് ഒരു നിപ്പം വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറയാം. ഒറ്റ ഡയലോഗിന്റെ കാട്ടില്ല. മോനെ ജാസ്മിനെ, സിജോ ഉണ്ടല്ലോ, സിജോയുടെ വെറുതെ അല്ല, സിജോയുടെ വന്നേക്കുന്നത് ഒരു കാട്ടുതീയായിട്ടാണ്. അത് സിജോ കത്തിച്ച് കത്തിച്ച് കത്തിച്ച്. താങ്ക് യു സോ മച്ച്. ഇതിലേക്ക് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു റിക്വസ്റ്റ് ആട്ടോ, ഇങ്ങനെ ആർക്കെങ്കിലും രസകരമായ ടാസ്കുകൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. സിജോ പ്രധാനമായി ഇവിടെ ഞാൻ ഇന്നുവരെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചാനൽ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. സിജോ അത് ഞാനോട് പറയുകയാണ്. അപ്പോൾ ഞാൻ സിജോയോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ഇന്റർവ്യൂ പോലും ഇത് പറയാൻ പാടില്ല. അത് ഞാൻ ഇന്നിവിടെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ പറയുകയാണ്, അഭിമാനത്തോടെ പറയുകയാണ്. ബിഗ് എന്ന ഈ 6th സീസണിലേക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പ്രിയ ബ്രദറായ സിജോയെ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാനായിരുന്നു. അതിൻ്റെ അഭിമാനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും എൻ്റെ പേര് ഇതിലേക്ക് വരരുത്. കാരണം അപ്പോൾ ആ രീതിയിൽ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഞാൻ ബ്ലോഗ് ചെയ്യുകയാണ്. അപ്പോൾ സിജോയെ കുറിച്ച് ഒരിക്കലും നീ അവിടെ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഞാൻ സൗഹൃദങ്ങളുണ്ടാവില്ല, ആ രീതിയിൽ ഞാൻ ബ്ലോഗ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരിക്കലും ഞാൻ പറഞ്ഞയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ വീഴ്ത്തി പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അഭിമാനമുള്ള സിജോയെ പോലെ നല്ല കണ്ടസ്റ്റൻസിനെ അതിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ മിക്ക 4th, 5th, 6th ഓരോ സീസണിലും ഞാൻ ചില റെക്കമെൻഡ് ചെയ്ത് അയക്കാറുണ്ട്. അത്രമേൽ കഴിവുള്ളതും വളരെ നല്ല വ്യക്തികളും അത് നിങ്ങൾക്ക് തന്നെ സിജോയുടെ ഒരു ബ്രില്യൻസിയും ഒക്കെ. അപ്പോൾ എന്തായാലും
ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയ സുഹൃത്തിനേക്കാൾ പ്രിയ ബ്രദർ എന്നാണ് സിജോയെ വിശേഷിപ്പിക്കപ്പെട്ടത്. അത്രമേൽ നല്ല ഒരു ക്യാരക്ടറിന് ഉടമയാണെന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. മോൾക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ ബ്രദറിന് തുല്യമായ സിജോയെ കിട്ടുന്നത്. കാരണം അത്രമേൽ നമ്മൾ ഈ നാട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും കൂട്ടുകാർക്ക് ചോദിച്ചാൽ പോലും ഇത്രയും നല്ലൊരു വ്യക്തി ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സോളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിജോയ്ക്കും നമുക്കും എൻ്റെ എല്ലാവിധ ആശംസകളും വരികയാണ്. എൻ്റെ പൊന്നു സിജോ ഇപ്പം ഉയർത്ത് ഒരു പരിപാടി അങ്ങനെ നല്ല കണ്ണുപോലെ എത്ര പോയിന്റ് പറയണം? അപ്പൊ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അവൻ തന്നെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് ബെസ്റ്റ് വിഷസ് ഞാൻ നൽകുകയാണ്. ബെസ്റ്റ് വിഷസ്. അതായത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് എല്ലാവരും കൊടുത്തിരിക്കുന്നുണ്ട്. സിജോനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ സെൻസ് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിജോനെ കുറിച്ച് നല്ല കുറച്ചധികം സംസാരിക്കുകയായിരുന്നു. എന്താ പറയുക, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് സിജോനെ വിളിക്കാറുണ്ട്, സംസാരിക്കുന്നത്. പക്ഷെ അതൊരു ഒഫീഷ്യൽസ് ആണ്, ഭയങ്കര ഒഫീഷ്യൽസ് ആണ്. ഇഷ്ടമായിരുന്നു സത്യം പറയാമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോചേട്ടൻ അന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇവള് പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നു പറയുമ്പോൾ ഞാൻ സായിച്ചനോട് പറഞ്ഞിരുന്നു. സായിച്ചനോട് ഞാൻ പറഞ്ഞത് സിജോചേട്ടൻ ഇങ്ങനെ സ്വഭാവം, സിജോചേട്ടൻ ഇഷ്ടമല്ല, ഭയങ്കര അങ്ങനെ തോന്നുന്നു പറഞ്ഞു. പിന്നീട് എങ്ങനെയാണെന്നറിയില്ല വ്യത്യാസങ്ങളായിരുന്നു. പിന്നെ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് എന്താ പറയാ, എല്ലാ എന്താണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സായിച്ചനായാലും സിജോചേട്ടൻ സായിച്ചനോട് അത് ഞാൻ ആദ്യം കമ്പനി ചെയ്ത് സായിച്ചേട്ടൻ സിജോചേട്ടനെ പിടിച്ച് നടക്കുന്നത് അവർക്ക് 4 വരെ സിജോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു സിജോചേട്ടൻ വരുന്നു. പക്ഷേ സിജോചേട്ടൻ രണ്ടാമത്തെ ഒരു വരവ് വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി സിജോചേട്ടൻ തന്നെയാണ് പിന്നീട്. എന്താ കാരണം ഞാൻ സായിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിജോചേട്ടനാണ് പിന്നീട് ബിഗ് ബോസിൽ. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. സിജോ ഞങ്ങൾ ആദ്യം കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് അവിടുത്തെ കാര്യം പറഞ്ഞു, സോറി, അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരാളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയതുകൊണ്ട് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. പുറത്തിറങ്ങി ഞാനും സിജോ ആദ്യത്തുള്ള സമയത്ത് ഒരു ദിവസം കിച്ചണിൽ വെച്ചിട്ട് ഞാൻ ചെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സിജോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അകത്ത് എത്ര അടിയാണെങ്കിലും അകത്ത് എത്ര ഇഷ്ടം അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വളരെ കുറച്ച് പേരിലുള്ള ഒരാൾ മെയിനായിട്ട് സിജോ ആണ്. എപ്പോൾ എറണാകുളത്ത് വന്നാലും വിളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. ഞാനും സായും സിജോ അർജുനൊക്കെ കൂടി കൂടുമ്പോൾ ഒരു വൈബ് ഭയങ്കര രസമാണ്. ആ കാര്യത്തിൽ ഈസ് വെരി അമേസിങ്. കാരണം അകത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും മനസ്സിലാക്കിയാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ടേക്ക് ചെയ്യാനും ആ ഒരു പരിപാടി നന്നായിട്ടുണ്ട്. വെരി ഹാപ്പി ടു ഹാവ് ഹിം. എന്തായാലും ആദ്യമേ തന്നെ വിഷസ് അറിയിക്കുകയാണ് ലീനോനും സിജോയ്ക്കും എല്ലാവിധ ആശംസകളും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് സിജോ. എനിക്ക് ഇവിടെ സിജോനെക്കാളും ഈ ഇടത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളുണ്ട്, സിജോയുടെ അച്ഛൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജോയുടെ അച്ഛന്. അപ്പോൾ എനിക്ക് ഇന്ന് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സിജോയുടെ അമ്മ, സിജോയുടെ അച്ഛൻ ഭയങ്കര വെരി കെയർഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു ഫാമിലിയാണ്. അത് ഇതിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മോൻ്റെ അടുത്ത് ഒരു പാരന്റിനെ ഭയങ്കരമായിട്ട് കണ്ടു. എല്ലാ പാരന്റ്സിനെയും നമ്മൾ ബിഗ് ബോസിൽ കണ്ടു. പക്ഷെ എനിക്കിന്ന് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ട് വന്നത് സിജോയുടെ ഫാമിലിയാണ്. സോ എല്ലാവിധ ആശംസകളും. ഇവരുടെ ജീവിതം മുന്നോട്ട് ഭയങ്കര സക്സസ് ആയിട്ട് നല്ല ബ്ലെസ്സിങ് ആയിട്ട് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു ലിനി, താങ്ക് യു സിജോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു മുതലിൻ്റെ ആണെങ്കിൽ ജീവിതം അങ്ങോട്ട് മൊത്തം സഹിക്കാൻ വന്നത് പോസിറ്റീവ്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല, ആള് വൈബാണ്, അടിപൊളിയാണ് മനസ്സിൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ സിജോനെ കുറിച്ച് എന്തെങ്കിലും പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, അത്യാവശ്യം നല്ല ഇല്ല അത് പറയില്ല. പിന്നെ അടിപൊളി. എനിക്ക് ഓൾ ദ ബെസ്റ്റ്. പിന്നെ ലൈഫ് അടിപൊളിയായിരിക്കും, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ കൂടെ കിട്ടുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെടാ.
ഈ നെസ്റ്റിലുണ്ടായിരുന്ന സിജോ ചേട്ടൻ, ഞാൻ, ഗബ്രി, അർജുൻ, ആ ഒരു കോമ്പയാണ്. അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം പണികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട കക്കാൻ അറിയാം, ക്യാരറ്റ് നോക്കി അച്ചാറിടാൻ അറിയാം, പിന്നെ ടീ കക്കൂസ്, പിന്നെ ഓവൻ ഉണ്ടാക്കാൻ അറിയാം, ബാത്റൂം ക്ലീൻ ചെയ്യാൻ അറിയാം. അത്യാവശ്യം പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സിജോ ചേട്ടനോട് ഞാൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലീവ്സ് ഉണ്ടോ, ഇങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞ മറുപടി എന്താറിയോ, എനിക്ക് അങ്ങനൊരു ഇഷ്ടമുണ്ട്, പക്ഷെ അവളെന്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ലൈക്ക് ഞാനിപ്പോ ബിഗ് ബോസിൽ എത്തിപ്പെടാനും ഞാനൊരു വ്യക്തിയെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഫസ്റ്റ് എന്റെ മനസ്സിലുള്ള ആളാണ്. അപ്പോ അതെന്റെ നമ്പറാണോ ആരാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോ ആ കുട്ടിയായിരിക്കും എന്റെ ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞു. ആ കുട്ടി സിജു, ഞാൻ മനസ്സിലാക്കിയ സിജു ഒരുപാട് ജീവിതത്തെക്കുറിച്ച് പ്ലാനിങ്ങുള്ള വ്യക്തിയാണ്. പക്ഷെ അതിനേക്കാൾ പ്ലാനിങ്ങിന് കൃത്യമായി അടുത്ത് നിന്ന് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ പറ്റിയൊരു പാർട്ണറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. യു ആർ സോ ലക്കി രണ്ടുപേരും. അപ്പോൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കൈപിടിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അത് സ്വന്തം പാർട്ണറാവുന്നത് മറ്റൊരു ഭാഗ്യം. ആ ഭാഗ്യം കിട്ടിയ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം ഈ ഒരു ചടങ്ങ് ഇതൊരു വാഗ്ദാനമാണ്. എൻഗേജ്മെന്റ് വിവാഹത്തിലേക്കുള്ള ഒരു വാഗ്ദാനം, ഒന്നിച്ചൊരു ജീവിതത്തിലേക്കുള്ള വാഗ്ദാനം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതിൽ കൂടാൻ പറ്റിയത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ബിഗ് ബോസ് വന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എവിടെയോ ഉള്ള അത്രയും അധികം കണ്ടസ്റ്റൻസ് ഡാൻസ് ഫോട്ടോഗ്രാഫിയാണ് ഇത് പറഞ്ഞു പറയിക്കുന്നതെന്നോ നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ചേച്ചിയായിരിക്കും അതിന്റെ ആശംസ പറയുന്നത്. ഞാൻ ആക്ച്വലി ഞാനും സിജോ അത്രയും ഒരു പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് വി ആർ വിത്ത് ഫ്രണ്ട്സ് ഡീൽ ചെയ്ത സമയത്ത്. സോ നമ്മൾ അങ്ങനെ അത്രയും പെട്ടെന്ന് കണക്ട് ആയ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ എനിക്ക് സിജോ അളിയ, ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കണ്ട ആൾക്കാരല്ല, പുറത്ത് വെച്ച് പരിചയപ്പെട്ടു. വളരെ അടുത്ത ആൾക്കാരാണ്. ഒരുപാട് സ്നേഹവും ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് സിജോ. അപ്പൊ സിജോ കൂടുതൽ എന്ത് പറയാനാ, സിജോ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിജോയ്ക്കില്ല. ഇറ്റ്സ് എ വെരി ഹംബിൾ ആൻഡ് ട്രൂ ഹ്യൂമൻ ബീങ്. സിജോയ്ക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓൾ ദ ബെസ്റ്റ്. ഇല്ല, അവൻ ശരിക്കും നല്ല പയ്യനാണ്. ബാക്കി നമ്മളെ മൈക്ക് ഇല്ലാത്തപ്പോഴും അവനെ പറ്റി കുറ്റം പറയും. ആദ്യം തന്നെ മറ്റൊരു ഗസ്റ്റ് ഉണ്ട്. ബിഗ് ബോസ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഏറെ അറിയാവുന്ന നിലപാടുകളുള്ള ഡ്രാക്കുള സുധീർ ഞാൻ വിളിക്കുകയാണ്. നമ്മുടെ സ്വന്തം സിജോ ഇവർക്ക് വിശ്വസ് അറിയിക്കാൻ വേണ്ടി ഇപ്പം വളരെ വൈറലായി നിൽക്കുന്ന ഒരു നട്ടനോടുകൂടി ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിയെ പറയായിരുന്നു എന്താ നീച്ചു ആണോ, പിന്നെ എന്താ പറയാ മറ്റേ ഏവയാണോ, അതൊന്നും ഇവിടെ നടക്കില്ലെന്ന്. ഇത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊന്നും ഇവിടെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇത് വേറെ ലോകമാണ്. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ ലോകമാണ്. അതിനേക്കാൾ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതിനുണ്ട് ഒരുപാട് അസൂയപ്പെട്ടുള്ളവരാണ് ഈ സൗഹൃദത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ വിളിച്ചപ്പോ തന്നെ സിജോയുടെ ഈ എൻഗേജ്മെന്റ് ഞാൻ എത്തിയത്. കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പരസ്പരമുള്ള ഒരു സ്നേഹം അതെന്നും അങ്ങ് നിലനിൽക്കട്ടെ, അല്ലേ? நீதான சொந்தம் இதை சொன்ன கண்ணாடி பிம்பங்கட்ட கயறொன்றும் இல்லையடி கண்ணாடி பிம்பம் ஊஞ்சலாடுதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை நின்று சொல்லடி பெண்ணே. I love you all of you. Thank you.
കയറൊന്നുമില്ലയടി കണ്ണാടി നീയോട്ട് സ്വർഗടി പെണ്ണേ ഇല്ലെങ്കിൽ സ്വർഗടി പെണ്ണേ I love you all of you. Thank you. Thank you so much, Ika. അപ്പോൾ ഒരുപാട് നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്താ, എൻ്റെതായിട്ടുള്ള പുതിയ വിശേഷങ്ങളൊന്നുമില്ല. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. കുറേ യാത്രകൾ പോയി. ഞാൻ ബിഗ് ബോസിലുള്ള സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ യാത്രകളൊക്കെ പോകാൻ പറ്റി, കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അതൊക്കെ തന്നെയാണ് പുതിയ വിശേഷങ്ങൾ. സിജോന്റെ എൻഗേജ്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ? അയ്യോ, സിജോ ചേട്ടൻ ആക്ച്വലി ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും എനിക്ക് ഏറ്റവും വൈബ് തോന്നിയ, ഏറ്റവും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരാളാണ് സിജോ ചേട്ടൻ. ഞങ്ങളുടെ ഒരു ടീമായിരുന്നു അവിടെ കൂടുതൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഞങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനിടെ താഴെ വന്നിട്ട് കമന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ടീം നെസ്റ്റിൽ ഞാനും സിജോ ചേട്ടനും ഗബ്രി അർജുനായിരുന്നു. അപ്പോൾ ആ 4 പേരുടെ കോംബോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അന്ന് മുതലേ തുടങ്ങിയതാണ്. പിന്നെ എല്ലാവരും ഞങ്ങൾ അവിടെ ബിഗ് ബോസിൽ നടക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളിങ്ങനെ ഓരോന്ന് കട്ട് കഴിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കൊക്കെ. അപ്പം അങ്ങനൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് സിജോ ചേട്ടൻ. അപ്പൊ സിജോ ചേട്ടന്റെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഞാൻ അപ്സരയെ കുറിച്ച് ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂല് ഞാൻ അപ്സരയെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. അപ്സരയ്ക്ക് ഭയങ്കര ഹേർട്ടായി. അത് ഗെയിമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അതിന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനൊരു ഇന്റർവ്യൂലാണത് പറഞ്ഞത്. അപ്സര സോറി മക്കളെ. സ്റ്റേജിൽ വെച്ച് രണ്ടുപേരും കൂടെ നിന്ന് മാപ്പ് പറയുന്നത് കണ്ടായിരുന്നു. അല്ല എന്താ അറിയോ, ഞാന് ബിഗ് ബോസിൽ പോകുന്നതിനും മുന്നേ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ് സിബിൻ ചേട്ടൻ. അപ്പൊ ആ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ട് അതിനകത്ത് പോയ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന സമയം മുതൽ നിങ്ങൾക്കറിയാം എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റിയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ ചേട്ടൻ. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് ഇങ്ങനെ അടുത്ത് ഭയങ്കര നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊരു റെസ്പെക്ട് തോന്നും. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു എനിക്ക് മനുഷ്യരുടെ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം കാണുന്ന ന്യൂസ്, ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പുറത്തിറങ്ങിയത് എന്നെ വണ്ടടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ എനിക്ക് വിഷമിപ്പിച്ച ന്യൂസുകളിൽ ഒന്ന് സിബിൻ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞില്ല, ഗെയിം നടക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു അസസ്മെന്റ് പറഞ്ഞത് നീ ക്ഷമിക്കരുത്. അതല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഗെയിമിന് മുന്നേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും. സോറി കേട്ടാ, വിഷമായി സോറി. ഇനി ജിന്ദു ചേട്ടൻ തള്ളു വരുന്ന തളിക്കും. അല്ല ഇതിപ്പോ എന്താ വെച്ചാലേ, കാരണം നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരാള് നമ്മളെ പറ്റി പറയുമ്പോൾ എന്തിന്റെ ബേസിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പിന്നെ അത് നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ആൾക്കാർ നമുക്കെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ ഇത് അതിനൊരു വടിയായ പോലെ എനിക്ക് തോന്നി, നമ്മൾ അടിക്കാൻ ഒരു വടി കൊടുത്ത പോലെ. അപ്പൊ എന്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പക്ഷെ നമ്മളുടെ ഇപ്പം വഴക്കൊന്നുമില്ല. പക്ഷെ അന്ന് വിഷമം തോന്നി. അത് പുള്ളി പുറത്തിറങ്ങിയതിന് ശേഷം പേഴ്സണലി വിളിച്ച് സോറിയൊക്കെ പറഞ്ഞു. ഇപ്പോഴും അത് ക്ലിയർ ചെയ്തു. ഒരുപാട് സന്തോഷം. പിന്നെ സിജോ ചേട്ടൻ ഇങ്ങനെ നമുക്ക് എന്തൊരു വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നത്, അത് ശരിക്കും നമ്മൾ ഈ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യില്ല, ആ ഒരു ഫീലാണ്. അങ്ങനെ എല്ലാവരും കാണാൻ പറ്റി, എല്ലാവരും മീറ്റ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. ഋഷീന്റെ കല്യാണത്തിന് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു. ജിൻഡോ ചേട്ടനൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ജിൻഡോ ചേട്ടനൊന്നും വന്നിട്ടില്ല, അർജുനൊന്നും വന്നിട്ടില്ല തോന്നുന്നു. ബാക്കി എല്ലാവരെയും കണ്ടു, കുറെ ആൾക്കാരെ കണ്ടു, മീറ്റ് ചെയ്തു. ഹാപ്പിയാണ്.
സീരിയലിൽ ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അറിയില്ല കിട്ടുമോ ഇല്ലയോ എന്നൊന്നും. 1-2 ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നടക്കട്ടെ, സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. ഈ ഇടക്കാലത്ത് മറ്റേ ഭയങ്കര പോലീസിലേക്ക് ആവുന്നു എന്നുള്ള ന്യൂസൊക്കെ ഉണ്ട്. അയ്യോ, അത് ഞാൻ ഇപ്പോഴാണ് ആളെ കണ്ടത് കേട്ടാ. ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി. പോയപ്പോൾ ഒരു ഇനാഗുറേഷന് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് കുറച്ച് ഇൻസ്പയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം നമുക്ക് തന്നെ ഒരു സെൽഫി എടുത്ത് കഴിയുമ്പോൾ കൈ കഴിക്കും. നിങ്ങൾ എത്ര മണിക്കൂറായിട്ട് പിടിച്ചിരിക്കുക, അത് നിങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യണോണ്ടാ. അപ്പോൾ ഇപ്പം മഴയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും സങ്കടം തോന്നി എന്താ അറിയോ, ഏതോ ഒരു ഒരു ആർട്ടിസ്റ്റ് മരിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഈ ക്യാമറാമാൻ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചാനലിലുള്ള ഒരാൾ ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ ആ ബോഡി കൊണ്ടുവന്ന് ആ ചേച്ചിയുടെ മോള് വന്ന സമയത്ത് പുള്ളിക്കാരൻ കൂടെ കരയാം. കാരണം നിങ്ങൾക്ക് അത് കവർ ചെയ്തേ പറ്റൂ, ഷൂട്ട് ചെയ്തേ പറ്റൂ. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഇമോഷനിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് ഞാൻ പിള്ളേരോട് പറഞ്ഞു. അപ്പം ഇയാളത് പോസ്റ്റ് ഇട്ടു. അപ്സര, എൻ്റെ അച്ഛൻ പോലീസായിരുന്നു, പോലീസിൽ ഇരിക്കുമ്പോഴും മരിക്കില്ല. അപ്പോൾ ഡൈനിങ് ഹാർനസിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് ഗവൺമെന്റ് ഓർഡറായി. അപ്പോൾ അത് മെൻഷൻ ചെയ്തു. ഞാൻ എന്തായാലും അഭിനയം ഒന്നും നിർത്തിയിട്ടില്ല. ഗവൺമെന്റ് ഓർഡറായി സത്യസന്ധമായ കാര്യമാണ്. ജോലിയിലേക്ക് കയറും. ഇപ്പം ഇല്ല, ഇപ്പം എന്തായാലും അഭിനയവും കാര്യങ്ങളായിട്ട് എൻ്റെ മുന്നോട്ട് പോകണം. ഭാവിയിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോകും. അപ്പം അന്നും ഇതേപോലെ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടാവുക. അതാണ് ഇപ്പൊ തന്നെ കയറുമെന്നുള്ള രീതിയിൽ വന്നത്. അയ്യോ, ഇപ്പോഴൊന്നുമില്ല, അതൊന്നും ആയിട്ടില്ല. ഞാൻ ഗവൺമെന്റ് ഓർഡറായി. ഇപ്പൊ ഇതുമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു ഗവൺമെന്റ് ഓർഡറായി. പിന്നെ അതിൽ PSCയിൽ ഒഴിവുവന്ന് അതിൽ കുറേ ഫയൽസ് കഴിഞ്ഞ് നമ്മുടെ ഇത് വരുമ്പോൾ മാത്രമേ നമുക്കതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ജോലി ഉറപ്പാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് എന്തായാലും ഇല്ല. ഞാൻ ഈ അഭിനയ ജീവിതമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് കയറാം. അപ്പോൾ ഈ സിനിമയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ ഒരു ക്യാരക്ടറെങ്കിലും ചെയ്യണമെന്ന്. എന്താ പറയുക, ദൈവം സഹായിച്ച് നടക്കട്ടെ. എന്നാലും മറ്റേ സീരിയൽ ലോകത്ത് ജയന്തിനെയൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നത് ഇപ്പോഴും അതെ. ഞാൻ വിചാരിച്ചു ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ബിഗ് ബോസിനെ ആയിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാറ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ പോലും എല്ലാവരും ഇപ്പോഴും ജയന്തി 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 വിളിക്കാറ്. ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറെ ആൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പം കാരണം ഞങ്ങളൊരു 5.5 വർഷത്തിന് മുകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ. ഇപ്പോൾ കല്യാണമാണ്. ഞങ്ങൾ ഇതുവരെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല. അതാണ് ഇനി അടുത്തൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. അപ്പോഴത്തെ ആൾക്കാർക്ക് ആളൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ലിനു. ലിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ്. ഇപ്പോൾ എൻഗേജ്മെന്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നത്? പറഞ്ഞു പുള്ളിക്കാർക്ക് പറയാൻ കുറച്ച് മടിയുള്ള ആളാണ് കേട്ടോ. ആർക്കാണ് ആരോട് ഇഷ്ടം? ഇപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത്. അതിൽ പരിചയപ്പെട്ട് നല്ല കമ്പനി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസ് ചെയ്യുകയോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഒരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ BVയിലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതൊരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അത് ഓപ്പറേറ്റ് അവിടെ പറയാമായിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് ലിനു അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ആ റിജക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്. ലിനു അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാര്യം കൊണ്ട് പുള്ളിക്കാർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതാണ് അങ്ങനെയാണ് അത് ഇഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ വിന്റേജ് കാറിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അതെല്ലാം പുള്ളിക്കാരുടെ പ്ലാൻ. അവർക്ക് ഭയങ്കര കോൺടസ്റ്റഡ് ആവാം. ഞാൻ ആദ്യം ബ്ലൂ ആയിരുന്നു, ലൈറ്റ് ബ്ലൂ ആയിരുന്നു. അത് ഇവൾ കോൺടസ്റ്റഡ് ആളായതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര വിന്റേജ് കാറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആൾക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പ്ലാൻ ചെയ്തു. എല്ലാം ഓടിക്കും. പുള്ളിക്കാരി ബുള്ളറ്റൊക്കെ ഉണ്ട്. ഭയങ്കര ക്രൈസുള്ള ആളാണ്. കല്യാണം ഡേറ്റ് ഇല്ല ബ്രോ, കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അത് നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത്
പ്ലാൻ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? അതായത് ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും PR ഞങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിനുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സും ലിനുവായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനുവാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു 3 മാസം സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഈ CMA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനുവാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. 5 വർഷം പ്രണയിച്ചു പറഞ്ഞു. അപ്പൊ ആദ്യം ഈ തുടക്കത്തിലൊക്കെ കെട്ടുന്നവരെ എത്തുന്നു വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങള് മറ്റേ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ വെള്ളം കഴിക്കും നമുക്ക് തോന്നലുണ്ടായിരുന്നു. കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുക, ഇഷ്ടം മനസ്സിൽ തോന്നുക. അങ്ങനെ വലിയ രീതിയിൽ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും. അത് കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും നിർത്തി പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ വഴക്കണമെന്നൊക്കെ പറയും. അത് വഴക്ക് നമുക്കറിയാമല്ലോ, അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എന്താണ് ലൈഫ് പ്ലാൻസ്? ഇനിയിപ്പോൾ കല്യാണമാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ലിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്ന്, കാരണം ലിനുവിൻ്റെ 2 ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ ഇടയന്മാരും സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവർ എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ്, പുറത്താണ് എല്ലാവരും. അപ്പോൾ അവർ ലീവ് നോക്കണം. എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല, എൻഗേജ്മെൻറ്റിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ അവളുടെ ലീവ് നോക്കണം. ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തേക്കായിരിക്കും മാനേജ് വയ്ക്കുക. വിളിച്ച ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും എത്തിയോ? കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഇവിടെ അർജുനൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ശ്രീധനൊരു ഫംഗ്ഷൻ ഷൂട്ട് ഉണ്ടായിരുന്നു. യമുനേച്ചി വരാനിരുന്നാണ് രാവിലെ. അപ്പോൾ യമുനേച്ചിക്ക് വരണം, അത്യാവശ്യം പോകേണ്ടി വന്നു. സുരേഷ് ഷട്ടർ വരാൻ വേണ്ടി പറ്റിയില്ല. പൂജ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോണെ ഓപ്പണാക്കിയില്ല. അപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു. പിന്നെ ഒരു കല്യാണത്തിന് ഉണ്ടാവുമല്ലോ. നോറലേറ്റ് ആയിട്ടാണോ ആയിരുന്നു ഫോട്ടോ? ഇവിടെ ക്യാമറമാനത് ഇതിനകത്തെടുക്കുമോ? സ്റ്റേജിൽ കയറണം. അങ്ങോട്ട് ലുക്ക് കൊടുക്കാം. ആ സൈഡോട്ട് ലുക്ക് കൊടുത്തേ. ചേട്ടാ വെള്ള ഷൂട്ട് ഇച്ചിട്ട് മാറാൻ പറയാം. വെള്ള ഷർട്ട് എടാ. ചിരിച്ചേ പൊട്ടിച്ചിരിച്ചേ ആ പൊട്ടി തല ചിരിക്കണം. നിന്നു തല നേരെ വെക്ക്. ആ പൊട്ടിച്ച് ഇവിടെ ലിനുവിനെ നോക്കിക്കേ. ഇവിടെ ലിനുവിനെ നോക്കിക്കേ. ഫൈൻ മാറില്ലേ? ഇവിടെ ലിനുവിനെ എടുപ്പിക്കും. ഇപ്പം നിർത്തുമ്പോൾ പറഞ്ഞാൽ പറയണം. അവിടെ വന്നാൽ പടക്കമൊക്കെ പൊട്ടിക്കുന്ന എടുക്കാം. ഇവിടെ നേരെ അവിടെ അങ്ങ് വീട്ടിലോട്ട് വരിക. പടക്കമൊക്കെ പൊട്ടിക്കുന്നു. അത് പോകണ്ട. മാറില്ലേ. ലിനു ഒന്ന് ഫേസ് നന്നായിട്ട് ഓക്കെ മാറി. ലിനു അങ്ങോട്ട് കൊടുത്തേ. ലിനു ആ സൈഡോട്ട് തല ശരിക്കും നേരെ വെച്ച് അങ്ങോട്ട് നോക്കി ഹെയർ എടാ ഒരു ഫ്രെയിമിന് മാറണ്ട. ഓക്കെ ലെറ്റ്സ് ഗോ. Okay, then Sijo, bye. Sijo cheta, bye. Bye. Bye, Sijo cheta, bye. Sijo cheta, bye. Sijo cheta, bye. Sijo cheta, പെട്ടെന്ന് ഫേസ് നോക്കോ. ബ്രോ ദേ ഈ കണ്ണാടി കൂടെ വെച്ചോ. പറയുമ്പോ വെക്കാം നല്ലതായിരിക്കും. റൈറ്റ് ഹാൻഡ്
കല്യാണത്തിന് ലേറ്റ് ആവല്ലേ? ജയ് ബ്രോ. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു. ഓക്കെ വണ്ടി എടുത്തോടാ, വണ്ടി എടുത്തു. അങ്ങോട്ട് കൊടുത്തു ബ്രോ. എൻഗേജ്മെന്റ് ഗിഫ്റ്റ് ലീനോ വീട്ടില് ബിരിയാണി ഉണ്ടോ? കഴിഞ്ഞ ബ്രോ വണ്ടി എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ. അല്ല ഇത് വണ്ടി എടുക്കും. എയറിൽ പോകാത്ത തമ്മിലിൻ്റെ ആയിട്ട് ഇടണം. കുറച്ചുകൂടെ ചെയ്തു അറിയുന്നത് കുറച്ചുകൂടെ പോകണ്ട. നിങ്ങൾ പോയില്ലേ? കഴിഞ്ഞില്ല, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്നൊന്നില്ല. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? Poco